ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതിനായി ആദ്യം വേണ്ടത് ചൈന ഗ്രാസാണ്. ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് എല്ലാം പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഇനി 1/2 കപ്പ് കരിക്കിൻ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ചൈന ഗ്രാസ് ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേറൊരു സ്റ്റൗവിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റൗവിലേക്ക് വേറൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 2 കപ്പ് കരിക്കിൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 250 ml കപ്പിലാണ് 2 കപ്പ് കരിക്കിൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസെല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസിൻ്റെയും ഈ കരിക്കിൻ വെള്ളത്തിൻ്റെയും ചൂട് ഒരേ ചൂടായിരിക്കണം ഒഴിച്ചു കൊടുക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ചെറിയ ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതാണ്. അത് കുഴപ്പമില്ല. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം നമുക്ക് കരിക്കിൻ്റെ പീസ് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലൂടെ അരിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഫുള്ളായിട്ടും ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കരിക്കിൻ്റെ പീസൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.